അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടല്ലാതെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുകയില്ല. നമ്മുടെ പ്രയാസമേറിയ വിഷമങ്ങൾ മാറണമെങ്കിൽ അള്ളാഹുവിലേക്ക് സ്മരണ, ദിക്റുകൾ കൊണ്ടല്ലാതെ അടുക്കുവാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം അവിടുന്ന് മീനിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റ് ചൊല്ലി റബ്ബിലേക്ക് അങ്ങടുത്തപ്പോൾ റബ്ബ് അവിടുന്ന് അഭയം നൽകി. ഈ ദിക്റ് വളരെ ഗുണകരമായൊരു ദിക്റാണ്. നമ്മുടെ രോഗങ്ങൾ മാറാൻ, പ്രത്യേകിച്ച് 313 അതേ കണക്ക് തന്നെ ഏറ്റവും വലിയ മാരകമായ രോഗമാണെങ്കിൽ 1,60,000 ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ് തീർച്ചയായും നമുക്കൊരു ഷിഫാ കിട്ടുന്നതാണ്. മനസ്സിൻ്റെ പ്രയാസത്തിന് കുളിരേകുന്നതാണ് ഈ ദിക്റ്. പ്രത്യേകിച്ച് അല്ലാതെ തന്നെ ദിക്റ് ചൊല്ലുമ്പോൾ ആകാശത്തു നിന്നും മലക്കുകൾ ഇറങ്ങി അവനെ ചുറ്റും പൊതിയുമെന്നാണ്. അതിലെ ഒരു മലക്ക് തിരികെ പറഞ്ഞ് അള്ളാഹുവിനേക്ക് ചെന്നിട്ട് പറയും, റബ്ബേ, നിനക്ക് വേണ്ടി സ്മരണയിലേർപ്പെട്ടുകൊണ്ട് നിനക്ക് വേണ്ടി ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ അടിമയുണ്ട് റബ്ബേ. അപ്പോൾ അള്ളാഹു ചോദിക്കും, അവരെന്നെ കണ്ടിരുന്നോ? അപ്പോൾ ഇല്ല, അവരെന്നെ കണ്ടിരുന്നു എങ്കിൽ അവരെത്രമേൽ എന്നിൽ സ്മരിച്ചേനായിരുന്നു എന്ന് മലക്കിനോട് പറയും. എന്നിട്ട് പറയും, അവർ സ്വർഗത്തെ ചോദിക്കുന്നു റബ്ബേ, അവർ സ്വർഗം കണ്ടിട്ടുണ്ടോ എന്ന് മലക്കിനോട് ചോദിക്കും. ഇല്ല റബ്ബേ, അവൾ കണ്ടിരുന്നുവെങ്കിൽ അവർ എത്രമേൽ ഇബാദത്തുകൾ ചെയ്തേനായിരുന്നു. ഓരോ ദിക്റുകൾ ചൊല്ലുമ്പോഴും അള്ളാഹു നമ്മളെ ഓർക്കും. അള്ളാഹു ഓർക്കുമ്പോൾ നമ്മുടെ പാവങ്ങൾ പൊറുക്കാനും നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശങ്ങൾ എല്ലാം പൂർത്തീകരിക്കുവാനും ദിക്റ് കാരണമാണ്. മനസ്സിന് കുളിരേറിയ ഓരോ ദിക്റുകളും നാം പതിവായി ചൊല്ലുക.